ഇടിവ് തോട്ടപ്പയർ വിപണിയെ പ്രതിസന്ധിയിലാക്കി. കഴിഞ്ഞ വർഷം 950 രൂപ വരെ ലഭിച്ച തോട്ടപ്പയറിന് ഇത്തവണ 200 രൂപയാണ് ലഭിക്കുന്നത്. ജനുവരി മുതൽ മാർച്ച് വരെയാണ് പ്രധാനമായും തോട്ടപ്പയർ വിളവെടുക്കുന്നത്. റീപ്ലാന്റ് ചെയ്യുന്ന റബ്ബർ തോട്ടങ്ങളിലും എസ്റ്റേറ്റുകളിലുമാണ് കേരളത്തിൽ പ്രധാനമായും തോട്ടപ്പയർ കൃഷി നടക്കുന്നത്. റബ്ബറിനും മറ്റു ചില കൃഷികൾക്കുമൊപ്പം തോട്ടപ്പയർ വളരുമെന്നതിനാൽ കർഷകർക്ക് സാരമായ സാമ്പത്തിക ചെലവുകളൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ തോട്ടപ്പയറിനെ സംരക്ഷിച്ചു പോരുന്ന കർഷകരും നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരക്കാരെയും വ്യാപാരികളെയുമാണ് വിലയിടിവ് സാരമായി ബാധിച്ചിരിക്കുന്നത്. പ്രധാനമായും കയറ്റുമതിക്കാണ് തോട്ടപ്പയർ വ്യാപാരികൾ എടുക്കുന്നത്. കഴിഞ്ഞ വർഷം 950 രൂപ ലഭിക്കുകയും ഇത്തവണ സീസൺ ആരംഭിച്ചപ്പോൾ 400 രൂപ വരെ ലഭിക്കുകയും ചെയ്തിരുന്നു. കൂടിയ വിലയ്ക്ക് എടുത്ത ചെറുകിട വ്യാപാരികളും ഉയർന്ന വില ലഭിക്കുമെന്ന് കരുതി പയർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കർഷകരുമാണ് ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുന്നത്. തോട്ടപ്പയറിന്റെ വിപണി മന്ദഗതിയിലായിട്ട് മാസം 2 ഇനി ഒരു മാർക്കറ്റ് ഇക്കൊല്ലം നന്നാകണമെന്നില്ല. സാധാരണ ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് തോട്ടപ്പയറിന്റെ ഏറ്റവും വില കൂടിയതും അത് ഉത്പാദനം കിട്ടുന്നത്. അത് ഇക്കൊല്ലം ആ സമയത്ത് ആർക്കും വേണ്ടാത്തൊരു രീതിയിലാണ് വന്നത്. ഇനിയിപ്പോൾ മാർച്ച് കൂടി ഏതാണ്ടൊന്ന് അവസാനിക്കാം. ആ സമയത്ത് ഈ വില ഇനിയും താന്നു വന്നാൽ ഈ ചരക്ക് വെറുതെ ഇരുന്ന് നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ. കൃഷിക്കാർക്കും ഞങ്ങളെപ്പോലെ കച്ചവടക്കാർക്കും എല്ലാവർക്കും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന സമയമായിക്കൊല്ലം. കേരളത്തിൽ പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലാണ് തോട്ടപ്പയർ കയറ്റുമതി ചെയ്യുന്ന ഏജൻസികൾ പ്രധാനമായും ഉള്ളത്. കയറ്റുമതി സാധ്യത കുറഞ്ഞതാണ് വിലയിലും ഇടയാക്കിയിരിക്കുന്നത്. വിത്ത് പയറായി വിൽക്കുന്നതിന് 300 രൂപയാണ് ഇപ്പോൾ 1 കിലോയ്ക്ക് ഈടാക്കുന്നത്. ന്യൂസ്, ഇരാറ്റുപേട്ട. സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാഷണൽ പൊൻകുന്നം. സ്വർണ്ണവില ഗ്രാമിന് 5 രൂപ വർദ്ധിച്ച് 2760 രൂപയായി. വെള്ളിവില ഗ്രാമിന് 64 രൂപ. സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നാഷണൽ പൊൻകുന്നം. കാഴ്ച വൈദ്യുതി ഇല്ലെങ്കിൽ പിന്നെ വഴിവിളക്കുകൾ കൊണ്ട് എന്ത് കാര്യം? നോക്കുകുത്തിയാവുന്ന